വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മേഖലയിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് അറിയോ? ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ്. മനുഷ്യൻ കുറേ നാളായിട്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഒരാളാണ്. എന്നിട്ടും ഇദ്ദേഹത്തിന് ഒരു വർക്ക് ഫ്ലോ ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നൊരു കുറവ്. നിങ്ങളിൽ ഒരുപാട് പേര് ഈ ചേട്ടനെ പോലെ ഈ ഫീൽഡിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഞാനും ഈ സെയിം മേഖലയിൽ തന്നെ ഉള്ള ഒരാളാണ്. സോ നമുക്കൊരു സ്റ്റെപ്പ് ഇടുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു നോട്ടുകൾ ചെയ്യാന്നുള്ളതാണ്. ആ നോട്ട്സ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും സെറ്റാക്കാൻ. അല്ലാതെ അയാൾക്ക് ഒരുപാട് വർക്ക് ഉണ്ട്, ഇയാൾ പുതിയ ക്യാമറയിലേക്ക് അപ്ഡേറ്റ് ചെയ്തു, ഞാൻ മാത്രമാണ് സ്റ്റെക്കായി നിൽക്കണേ എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാലത്തിൻ്റെ ഒപ്പമാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. സോ വർക്ക് കിട്ടാൻ ആദ്യം തന്നെ ഒരു പേജാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും, അതായത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന എല്ലാവർക്കും പേജ് ഉണ്ട്, എടുക്കുന്ന വർക്ക് എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കുറച്ച് ഓർഡിനറി ആയിട്ട് ചിന്തിക്കുന്ന കുറേ പഴയ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെ കുറ്റം പറയല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ കാലത്തിൻ്റെ ഒപ്പം കോമ്പറ്റീഷൻ ചെയ്തില്ല. ഇവരുടെ കയ്യിലാണ് ആദ്യമായിട്ട് ക്യാമറ വന്നത്. നമ്മുടെ കയ്യിൽ റീസെൻ്റ്ലിയാണ് ക്യാമറ വന്നത്. അതായത് 10 നോർമലി ഈ സോഷ്യൽ മീഡിയ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആ രംഗം ഈ ലാസ്റ്റ് 10 years ആയിട്ടുള്ളൂ ഒരു ബൂമിംഗ് ആയിട്ട്. പക്ഷേ ഒരു 25 years ബാക്ക്, അതായത് ഒരു 2000 ആ ഒരു കാലഘട്ടത്തിലൊക്കെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന പല ആൾക്കാരും, അതായത് ഒരു 90% ആൾക്കാരും അവർ കാലത്തിൻ്റെ ഒപ്പമല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വർക്കുകളും വളരെ കുറവാണ്. പല ആൾക്കാരും സ്റ്റുഡിയോ നടത്തുകയാണ്. അപ്പോൾ ലോക്കലിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്കൊരു നല്ല ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം കിട്ടത്തില്ല. മീൻസ് ഒരു വലിയ നല്ല വെഡ്ഡിങ് കമ്പനീസൊക്കെ അവരുടെ അത്രയും പ്രൊജക്റ്റുകളൊന്നും നോർമലി നമ്മുടെ നാട്ടിൽ സ്റ്റുഡിയോ നടത്തുന്ന ചേട്ടന്മാർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ റിലവൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെപ്പോഴും നമ്മുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ പറഞ്ഞ എല്ലാം മീഡിയ ത്രൂ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ മേഖല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ വെഡ്ഡിങ് നമ്മൾ ഒരു വെഡ്ഡിങ്ങിന് പോയി അവിടെ കവർ ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നല്ലത് നോക്കി എഡിറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ സമ്മതത്തോടെ ക്ലയൻറ്റിനും ടാഗ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാമെന്നേ. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റ് ത്രൂ നമുക്ക് കുറേ വർക്ക് കിട്ടും. അല്ലാതെ നമ്മളെ പരിചയമുള്ളവരും നമുക്ക് വർക്ക് തരും. ഏറ്റവും ബെറ്റർ ഫോട്ടോസ് നോക്കിയിട്ടായിരിക്കും എല്ലാവരും ഫോട്ടോഗ്രാഫറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ മാത്രം അറിഞ്ഞാൽ പോലെ കാലത്തിൻ്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പേജ് സൂപ്പറാണോ, കിടിലൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് അതിൻ്റെ അകത്തുണ്ടോ, നമ്മുടെ പോർട്ട്ഫോളിയോ സെറ്റാണ്, പിന്നെ ഒന്നും നോക്കണ്ട, വർക്ക് വന്നോളും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.